നമസ്കാരം. ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോകെമിസ്ട്രി പാർട്ട് 2 ആണ്. ഓൾറെഡി നമ്മൾ ബയോകെമിസ്ട്രി പാർട്ട് 1 ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി പാർട്ട് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the synthesis of fatty acid begin with? Answer is acetyl coenzyme A. ഫാറ്റി ആസിഡിന്റെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അസറ്റൈൽ കോഎൻസൈം എയിൽ നിന്നാണ്. ഇത് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എപ്പിമർ ഓഫ് ഗ്ലൂക്കോസ് ഈസ്? ആൻസർ ഈസ് ഗാലക്ടോസ്. ഗ്ലൂക്കോസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിമർ ഏതാണ്? ആൻസർ ഗാലക്ടോസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, esterification of cholesterol occurs which carbon position? കൊളസ്ട്രോളിന്റെ ഏത് കാർബണിന്റെ പൊസിഷനിൽ വെച്ചിട്ടാണ് എസ്റ്ററിഫിക്കേഷൻ നടക്കുന്നത്? ആൻസർ തേർഡ് പൊസിഷൻ. എസ്റ്ററിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ആസിഡും ആൽക്കഹോളും ചേർന്നിട്ടാണ് എസ്റ്റർ ഉണ്ടാവുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, the nitrogenous base not present in DNA structure is? Answer is uracil. Reducing ability of carbohydrate is due to? Answer is carboxyl group. കാർബോഹൈഡ്രേറ്റിന്റെ റെഡ്യൂസിങ് എബിലിറ്റി എന്തുകൊണ്ടാണ്? അത് കാർബോക്സിൽ ഗ്രൂപ്പ് അതിൽ പ്രസന്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് റെഡ്യൂസിങ് എബിലിറ്റി കാണിക്കുന്നത്. The backbone of nucleic acid structure is constructed by? Answer is phosphodiester bond. ന്യൂക്ലിക് ആസിഡിന്റെ ബാക്ക്ബോൺ എന്തുകൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ആൻസർ ഫോസ്ഫോഡൈസ്റ്റർ ആണ്. ഫോസ്ഫോഡൈസ്റ്റർ ബോൺസ്. The building block of nucleic acid is? Answer is nucleotides. ന്യൂക്ലിക് ആസിഡിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആൻസർ ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സിൽ മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ഉണ്ട്: പെൻഡോസ് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രോജനസ് ബേസ്. The number of hydrogen bond in adenine thymine pair is? AT pair is? അപ്പോൾ എത്ര ഹൈഡ്രജൻ ബോണ്ടാണ് അഡിനിനും തൈമിനും ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുക? മെയിനായിട്ട് 2 ബോണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. Ninth question, number of hydrogen bond in guanine cytosine pair is? GC pair. എല്ലാവർക്കും അറിയാം 3 പെയർ ഹൈഡ്രജൻ ബോണ്ടാണ് ഗുവാനിനും സൈറ്റോസിനും തമ്മിൽ ഉണ്ടായിരിക്കുക. 10th question, the coenzyme not involved in hydrogen transfer? Answer is FH4. FH4 എന്ന് വെച്ചാൽ ടെട്രാ ഹൈഡ്രോഫോളേറ്റ് ആണ്. ഫോളിക് ആസിഡിന്റെ ആക്റ്റീവ് ഫോം ആണിത്. In feedback regulation, the end product binds at? Answer is allosteric site. ഫീഡ്ബാക്ക് റെഗുലേഷനിലെ എൻഡ് പ്രൊഡക്റ്റ് എവിടെയാണ് ബൈൻഡ് ചെയ്തിരിക്കുക? ആൻസർ അല്ലോസ്റ്ററിക് സൈറ്റിലാണ് എൻഡ് പ്രൊഡക്റ്റ് എപ്പോഴും ബൈൻഡ് ചെയ്തിരിക്കുക. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്? ആൻസർ ഇസ് ഗ്ലൈസിൻ. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? ആൻസർ ഗ്ലൈസിൻ. 13th question, Sakaguchi reaction is specific for? Guanidine group. സാക്കാഗുച്ചി റിയാക്ഷൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഗുവാനിഡിൻ ഗ്രൂപ്പിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൽ സാക്കാഗുച്ചി റിയേജൻസ് ഉണ്ടാക്കുന്നത് നാഫ്തോളും സോഡിയം ഹൈപ്പോ ബ്രോമൈറ്റും ഉപയോഗിച്ചിട്ടാണ്. ഇത് ഗുവാനിഡിൻ ഗ്രൂപ്പായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് കളർ കോംപ്ലക്സ് ഉണ്ടായിരിക്കും. The functionally active form of vitamin D is? Answer is calcitrol. വൈറ്റമിൻ ഡിയുടെ ഫങ്ഷണലി ആക്റ്റീവായ ഫോമിന് പറയുന്ന പേരാണ് കാൽസിട്രോൾ. കാൽസിട്രോൾ മെയിനായിട്ട് ഉണ്ടാകുന്നത് കിഡ്നിയിലാണ്. 15th question, the A in the coenzyme A stands for? Answer is acetylation. ഈ coenzyme Aയിലെ A എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്?
ആൻസർ അസറ്റൈലേഷനെയാണ് എ റെപ്രസെന്റ് ചെയ്യുന്നത്. 16th question. The key enzyme that converts trypsinogen to trypsin is answer is enteropeptidase. ഏത് കീ എൻസൈം ആണ് ട്രിപ്സിനോജനെ ട്രിപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ആൻസർ enteropeptidase ആണ്. enteropeptidase ഓൾസോ നോൺ ആസ് enterokinases. ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പാൻക്രിയാസിലെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈംസ് ഒക്കെ ആക്റ്റീവ് ആവും. 17th question. Cellulose is not digested in humans due to lack of the enzyme that hydrolyzes dash bond. Answer beta bond. ഹ്യൂമൻസിലെ സെല്ലുലോസ് ഡൈജസ്റ്റ് ആവില്ല, കാരണം എൻസൈംസിന് സെല്ലുലോസിന്റെ ബീറ്റ ബോണ്ടിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. ഹോർമോൺ സെൻസിറ്റീവ് ലിപ്പേസ് activity is inhibited by the hormone. Answer is inulin. ഹോർമോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ലിപ്പേസിന്റെ ആക്ടിവിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഇനുലിൻ ആണ്. The amino acid required for the formation of glutathione. Answer is glycine. Glutathione ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അമിനോ ആസിഡ് ഏതാണെന്ന്? അത് ഗ്ലൈസിൻ ആണ്. In the synthesis of cysteine, the carbon skeleton is provided by. Answer is methionine. സിസ്റ്റീൻ നമ്മൾ ഉണ്ടാക്കും, സിന്തസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാർബൺ സ്കെലിറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മെത്തിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. The most abundant protein in mammals is. Answer is collagen. കൊളാജൻ ആണ് മാമൽസിലെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.